ഹായ് ഹലോ അസ്സലാമു അലൈക്കും വണക്കം നമസ്കാരം ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ് എൻ്റെ പുതിയ ഷർട്ടാണ് ഗായ്സ്, കൊള്ളാമോ ഗായ്സ്? നല്ല ഗെറ്റപ്പല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ മറ്റാരുടെ അല്ല, നമ്മുടെ സ്വന്തം ധ്രുവട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഹാപ്പി ബർത്ത്ഡേ ധ്രുവട്ട. നമ്മുടെ ധ്രുവട്ടന് 1 വയസ്സായിരിക്കുകയാണ്, 1 year old boy. നമ്മുടെ ധ്രുവട്ടനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അഞ്ചൽ ഹൈബീസിൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് പോകാം അഞ്ചൽ ഹൈബീസിലേക്ക്. ഇതാണ് ഹോട്ടൽ ഹൈബീസിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ അതിവിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഗായ്സ്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഗായ്സ് വണ്ടി പാർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് കയറി പോവാം ഗായ്സ്. ഇതാണ് ഹോട്ടൽ ഹൈബീസ്. നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ എൻട്രൻസിലേക്ക് കയറി പോവുകയാണ്. അതാണ്ട് ധ്രുവട്ടൻ്റെ ബർത്ത്ഡേ പിക്ക് വെച്ചിട്ടുണ്ട് ഗായ്സ്. ഹാപ്പി ബർത്ത്ഡേ ധ്രുവ് എന്നൊരു പിക്ക് വെച്ചിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ ധ്രുവട്ടൻ ഇതാ നമ്മൾ എൻട്രൻസിലേക്ക് കയറുകയാണ്. ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്. ഓപ്പൺ ആയിരിക്കുകയാണ് ഗായ്സ്. നല്ല വലിയൊരു വിളക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഗായ്സ്. നമുക്കിവിടെ നേരെ വലത്തേക്കാണ് കൊണ്ടുവന്നത്. വലത്തേക്ക് പോകുമ്പോൾ അവിടെ ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ പോവാം. അതല്ല എൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് നേരെ ലിഫ്റ്റിലേക്ക് പോവാം. അപ്പോൾ ലിഫ്റ്റിൽ കയറുന്നു ഗായ്സ്. ഫൈനലി ലിഫ്റ്റ് ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചാണ് നമ്മുടെ ധ്രുവട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇതാ ലിഫ്റ്റ് പോകുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഒന്നിലെത്തിയിരിക്കുന്നു ഗായ്സ്. നമുക്കിപ്പം വെളിയിലേക്ക് ഇറങ്ങാം. തുറക്കൂ. യെസ്, ഫൈനലി തുറന്നിരിക്കുന്നു. ഇവിടെ കാണുന്നത് ഒരു സിഗ്നേച്ചർ റൂമാണ്. ഇവിടെ നിന്നും നമുക്ക് നേരെ ലെഫ്റ്റിലേക്ക് പോകാം. ലെഫ്റ്റിൽ ചെന്നിട്ട് അവിടെ എല്ലാം ബോർഡുണ്ട്. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നെല്ലാം ബോർഡുകളൊക്കെ ഇവിടെ ഉണ്ട് ഗായ്സ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. ഇവിടെ നേരെ പോകുമ്പോൾ ഇതെല്ലാം ഹാളുകളാണ്. ഇപ്പുറത്ത് ഇടത്ത് സൈഡിൽ കാണുന്നത് ഒരു ഹാളാണ്, വലത്ത് സൈഡിൽ കാണുന്നത് ഒരു ഹാളാണ്. ഇതാ വെൽക്കം ഡ്രിങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്, വെൽക്കം ഡ്രിങ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ധ്രുവട്ടൻ അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഗൈസ്. ഇതാ ധ്രുവട്ടൻ്റെ ഫോട്ടോ എടുക്കുകയാണ്, ഫോട്ടോഷൂട്ട് ടൈം. ഇതാ ധ്രുവട്ടൻ നമ്മളെ കണ്ടിരിക്കുന്നു. ധ്രുവട്ടൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ധ്രുവട്ടൻ്റെ ചേട്ടനുമുണ്ട്, ധ്രുവട്ടനുമുണ്ട്. ധ്രുവട്ടൻ ഇപ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കമോൺ ലെറ്റ്സ് എൻജോയ് എന്ന് ധ്രുവട്ടൻ പറയുകയാണ് ഗായ്സ്. ഇതാണ് അതിവിശാലമായ ഹാള്. ഇവിടെ ടോപ്പിൽ ആ ലൈറ്റ് കണ്ടോ ഗായ്സ്? ഇത് കൊള്ളാമല്ലേ, നല്ല രസമല്ലേ? ഇതാണ് കസേരയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടിരിക്കുന്ന ഹാള്. ഇതാണ് നമ്മുടെ സ്വന്തം ധ്രുവട്ടൻ്റെ കേക്ക്, ബർത്ത്ഡേ കേക്ക്. ഇതാണ് 3 നിലയുള്ള കേക്കാണെന്ന് പറയാം. ഇതാണ് നല്ല ഡെക്കറേഷനൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്ന സ്ഥലം. ഇതൊരു ചെയ്ത കേക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കേക്കുകളാണ്. അപ്പം നമുക്കിവിടെ നിന്ന് ധ്രുവട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിക്കാം. ധ്രുവട്ടൻ്റെ പേരൻസ് ഇതാ സ്റ്റേജിലേക്ക് കടന്നു പോവുകയാണ്. ധ്രുവട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. ധ്രുവട്ടൻ നടന്നുകൊണ്ടാണ് പോകുന്നത്. ധ്രുവട്ടൻ്റെ കാലിൽ മറ്റേ സൗണ്ടൊക്കെ ഉള്ള ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ധ്രുവട്ടന് കുറച്ചും കൂടെ ഉന്മേഷവാനാണ്. ഇതാ നമ്മളിപ്പോൾ ഇനി കേക്ക് കട്ടിങ്ങിലേക്ക് പോവുകയാണ്. ഇവിടെ ധ്രുവട്ടന് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ധ്രുവട്ടൻ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് സുഹൃത്തുക്കളെ.
അവിടെ ഒരു ചേട്ടൻ ലൈവായിട്ട് കുക്കിംഗ് ചെയ്യുകയാണ്. ലൈവ് അപ്പം ചുടുകയാണ് ഗൈസ്. അപ്പം നല്ല ടേസ്റ്റുള്ള അപ്പമാണ് ഗൈസ്. നമ്മളതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പർ. ഈ ചെടി കണ്ടാൽ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നെങ്കിലും പക്ഷേ ഇത് പ്ലാസ്റ്റിക് അല്ല ഗൈസ്, ഇത് ഒറിജിനലാണ്. അങ്ങനെ നമ്മുടെ ധ്രുവൂട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മളിത് ആ വീട്ടിലേക്ക് പോവുകയാണ്. ധ്രുവൂട്ട ഹാപ്പി അല്ലേ? ഹൈബിസ് ഹോട്ടൽ സൂപ്പറാണ്, പൊളിയാണ് ഗൈസ്, പൊളിയാണ്. നമ്മുടെ ധ്രുവൂട്ടൻ ഹാപ്പിയാണ്. ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ളോഗുമായി കാണുന്നവരെ ടാറ്റാ ബൈ.